ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കടയൊക്കെ ഒന്ന് വലുതാക്കി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അപ്പോൾ അത് പോയിക്കോട്ടെ, ഇല്ലല്ലേ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തി കേട്ടോ. കുറച്ചും കൂടെ നല്ല കൺജസ്റ്റഡ് ആയി സ്ഥലം. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നടക്കാനുള്ള ഗ്യാപ്പും കാണൊക്കെ ഉണ്ട്. ഇവിടെ മാത്രം കുറച്ചുകൂടി പ്രശ്നമുള്ളൂ. അത് ഞാൻ ഇവിടെ ഷെൽഫാക്കിയിട്ട് ഈ ഫ്രിഡ്ജൊക്കെ എടുത്ത് മാറ്റിയാലോ എന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ ഫ്രിഡ്ജൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇങ്ങനെ നിർത്തിയിട്ടിട്ട് ഇവിടെ ഷെൽഫ് ഇങ്ങനെ നിർത്തിയിട്ടാലോ എന്ന് ആലോചിക്കുക. നിങ്ങൾ കമൻറ്റ് ചെയ്യും എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കച്ചവടം തുടങ്ങണം. ഇത് ഇവിടെ 2 കുപ്പി വെളിച്ചെണ്ണ ഇരിക്കുന്നുണ്ട്. അതെടുത്ത് അപ്പുറത്തോട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു കുപ്പിയും കൂടി വെളിച്ചെണ്ണ ഓർഡർ ചെയ്യണം. എന്നാലേ നടക്കുള്ളൂ. സാധനം എൻ്റെ കയ്യിൽ കാർട്ടൂണില്ല സാധനം വെക്കാൻ. കുഴപ്പമില്ല, അവിടെ എന്തായാലും സാധനം വെക്കാനും ഉണ്ട്. അപ്പം അതങ്ങനെ പോയിക്കോളും. പിന്നെന്താ നല്ല കുറവുള്ളത്? പച്ച ഓയിൽ കുറവുണ്ട്, ന്യൂട്രല്ല കുറവുണ്ട്. ന്യൂട്രല്ല അല്ല, ന്യൂട്ടല്ല ഒന്ന്, പച്ച ഓയിൽ ഒന്ന്. എവിടെ കഴിഞ്ഞ് കൈത്ത കാശ് കഴിഞ്ഞു. അപ്പോൾ ഒന്ന് കുറക്കണല്ലോ. ഒലിവ് ഓയിൽ വേണ്ട, തീർന്ന് കേട്ടോ, തീർന്ന്. കട ഇനി കട വന്നാലേ ഫ്രണ്ടിലോട്ട് ഓടുള്ളൂ കട. അപ്പോൾ നമ്മളെ കടക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടായിരുന്ന? ഫുൾ നമ്മൾ വലുതാക്കി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. കട തുറന്നില്ലെങ്കിലേ ശരിയാവൂല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 സ്റ്റാഫിനെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സ്റ്റാഫിനെടുക്കാൻ കാശ് മുൻകൂട്ടി കൊടുക്കേണ്ടി വരുമോ? മാനേജ്മെൻറ്റ് ഹയറിങ് 20 ആവണം രണ്ടാമത്തെ ക്യാഷ്യറിന് എടുക്കണമെന്നുണ്ടെങ്കിൽ. നമുക്കിപ്പോൾ ഫസ്റ്റത്തെ ക്യാഷ്യറിനെ അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്തേക്കാല്ലേ. എടാ വരുന്നില്ല. ഓ, ഹയറിങ് കോസ്റ്റ് കൊടുക്കാൻ പോലും എൻ്റെ കയ്യിലില്ല. ഓക്കെ 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 സാർ, ഒരു $100 സാധനം വാങ്ങിക്കണം. പണിക്കാരെടുക്കാനുള്ളതാണ്, സഹകരിക്കണം. ഉള്ളത് എവിടെ പോകുന്നു? എടുത്തില്ലേ? ആ എടുത്ത്. വാരിട്ടോ നല്ല വില കുറവാ. ന്യൂട്രലേക്ക് ഇന്ന് വില കുറഞ്ഞിട്ടുണ്ടെന്നോണ്. ആ കറക്റ്റാ. എക്സ്പെൻസീവ് എന്നാ കേട്ടാ. ഓ വേണമെങ്കിൽ കുറക്കാം, കുഴപ്പമൊന്നുമില്ലല്ലേ. കുറച്ചരാം, ഒരു പ്രശ്നമില്ല. ഇത്രയുള്ള വാരിടുന്നൊക്കെ കണ്ടപ്പോൾ വെച്ച് ഇഷ്ടം പോലെ ഉണ്ടെന്ന്. 53 ആയിട്ടുള്ളൂ, പോരാ. ആ ഷെൽഫ് വേണി മൊത്തം എടുത്തോ, ഒരു കുഴപ്പമില്ല. അല്ല കുറവല്ല. അതിൻ്റെ ഇടയ്ക്ക് 2 ആൾക്കാർ വന്ന് 550. നമുക്ക് സ്റ്റോറേജ് റൂമിൽ കൂടെ ആളെടുക്കണം. പക്ഷെ സ്റ്റോറേജ് റൂമിൽ ഇപ്പോൾ ആളെടുത്തിട്ട് കാര്യമില്ല. കാരണം സ്റ്റോറേജ് റൂമിലൊന്നും ഇല്ല എടുത്ത് വെക്കാൻ. ഇന്നത്തെ കച്ചവടം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നോക്കാം. അയ്യോ വേണ്ട സാധനം ഇട്. ക്യാഷ്യറിന് എടുക്കാനുള്ളതാ. നാളെ പുതിയ ആൾ വരും. ന്യൂ മെമ്പർ കമ്മിങ് ടുമാറോ. ആ സെറ്റ്. അയ്യോ വേമക്ക്. $100 എവിടെ? കേശിറേ വരൂ. അപ്പൊ ഞാൻ എവിടെ നിന്ന് വില്ലടിക്കൂ? വേണം റീസ്റ്റോക്കർ പ്രശ്നമാണ്. നോക്കട്ടെ, പുതിയ മെഷീൻ എത്ര രൂപ വരുമോ? സ്ഥലത്ത് ഒരു ബില്ലടിച്ചിട്ട് ഇത് പാക്കാക്കാൻ പറ്റും കേട്ടാ. വെയിറ്റ്. ആ പറ്റത്തില്ല. ഇവിടെ ഇരിക്കട്ടെ തൽക്കാലം. ഫ്രീസറിൽ തൽക്കാലം നമുക്കിപ്പോൾ സാധനമൊന്നുമില്ല. എന്തിനാ വെറുതെ സ്ഥലം കളയുന്നത്? എടാ കാശ് കയറുന്നു കേട്ടാ, വെറുതെ കാശ് കയറുന്നു. വെറുതെ ഒക്കെ കാശ് കയറിക്കോട്ടിരിക്കുന്നു. വെറുതെ അല്ലേ കേട്ടോ, അവിടെ നിന്ന് സാധനം എടുത്തു പോകുന്നുണ്ട്. അങ്ങനെ പണിയെടുക്ക്. പണി മിഷൻ ഞാൻ അപ്പോൾ സാധനങ്ങളൊക്കെ വല്ലാത്ത പ്രശ്നം. മോനെ, ഈ മെഷീന് നമുക്ക് അങ്ങോട്ടും മുട്ടിച്ചിടാം. ഇപ്പൊ എന്നെ ബോക്സിനെ കൊണ്ട് ഞാനെന്ന്
ഇവരിതിൻ്റെ ഒപ്പം വരുമല്ലേ, കുഴപ്പമില്ല. മോനെ നീ ഒതുങ്ങിയത് പണിയെടുത്താൽ മതി. ആ കുഴപ്പമില്ല, സെറ്റാണ്. അമ്മൂമ്മ അവിടെ മെഷീന്. അവിടെ ഒരു മെഷീൻ കൂടി വേണം കേട്ടാ. ഓക്കെ, നമുക്കപ്പോൾ ഒരു മെഷീൻ വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ ആവും? $500 ഒരു മെഷീന്. $500 ഒക്കെ മെഷീൻ ഇങ്ങനെ ഇടണം, ഇങ്ങനെ ഇതിങ്ങനെ, മനസ്സിലായ? അതെങ്ങനെ ഇട്ടാൽ ചെക്കൗട്ട് കൗണ്ടർ കാർപ്പ് സാധനം ഇത് അടുത്ത സൈഡിൽ വരുന്നത്, നമുക്ക് വലത്തെ സൈഡിലേക്ക് വരേണ്ടത് വേണ്ടി ഇത്. ഓക്കെ, എടാ മോനെ ഒന്ന് പെട്ടെന്ന് അടിച്ചു കൊടുത്തേ. സ്ലോ മോഷനിലൊക്കെ അടിക്കുന്നവൻ. ഇതെന്താ? ചെറുക്കം സ്ലോ ആണ് കേട്ടാ. ഞാനും പണിയെടുത്താലേ വല്ലതും നടക്കുള്ളൂ. ക്യൂ ഒക്കെ നോക്കി. എടാ ഇങ്ങനൊരു പണിയെടുക്കാത്ത ഒരുത്തൻ. എടാ പണിയെടുക്കടാ മോനെ, പണിയെടുക്ക് നീ. $500 ആക്കുവോ? പുതിയ മെഷീൻ എടുക്കാനാ? എടുത്തിട്. ആ ലൈറ്റ് ഒന്നും ഇടുവോ? ലൈറ്റിനായിരുന്നു എനിക്ക് തെറിവിളി കേട്ടാ. തെറിവിളിയല്ലേ കമന്റ് ബോക്സിൽ. ആ ലൈറ്റ് ഒന്ന് വെക്കടേ, രാത്രി കണ്ണു കണ്ടുകൂടാന്ന്. കടയിൽ വരുന്ന ആരാന്ന് തോന്നണ് കമന്റ് ചെയ്ത്. പെട്ടെന്നോട്. എടാ ഇത്ര നേരം അടിച്ചിട്ട് നീ എത്ര എടുത്തുള്ള? എടാ മോനെ, എടാ $6 കൂടി പെട്ടെന്ന്. സംഭവം പിന്നെ സാധനം ഒന്നും കിട്ടില്ല. നീ പെട്ടെന്ന് അടിച്ചേ. പെട്ടെന്ന് വാങ്ങിക്ക്. $500 ആയി. എവിടെ എൻ്റെ മെഷീൻ? അവിടെ ഒന്നുകൊണ്ടും പേടിക്കണ്ട, പുതിയ മെഷീൻ വന്നിട്ടുണ്ട്. ഇനി ഒരു പ്രശ്നമില്ല. ഇവിടെ പോരെ. ഇവിടെ അടിച്ചോ, ഇവിടെ ബില്ലുണ്ട്. വെച്ചോ. എടാ മോനെ കണ്ടുപടി, എന്നെ കണ്ടുപടി. $74 ഫസ്റ്റ് ബില്ല്. പെട്ടെന്ന്. $12 പെട്ടെന്നായിക്കോട്ടെ. അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അടുപ്പിച്ച് തൊട്ടും ഇതാക്കിയിട്ട് നിൽക്കുന്നത്. നമുക്കതൊന്നും മാറ്റണം. അത് മാറ്റാൻ എന്ത് ചെയ്യാം? $20. ഓക്കെ, 40, 70. പണിക്കാരനെടുക്കുന്നത് ഞാൻ തന്നെയാണ് പണിയെടുക്കുന്നത് ഇപ്പോൾ. ഇത് സാധനം കുറവൊന്നുമില്ലല്ലോ അല്ലേ? എല്ലാം കിട്ടിയല്ലോ അല്ലേ? $3. ചെക്കൗട്ട് ക്ലോസർ. ഒന്നും കുറവില്ല, എല്ലാം ഉണ്ട്. കണ്ട, ഇതാണ് സാധനം. ഒരിക്കലും സ്റ്റോക്ക് ഔട്ട് ആവത്തില്ല. അയ്യോ, ബസ്മതി അരി ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്ന? ഇല്ല, ഒന്നുമില്ല. അതൊന്നും തീർന്ന്. അയ്യോ, ഫുള്ളായി. ഇവിടെ പോരെ ചേച്ചി, ഇങ്ങോട്ട് തിരിഞ്ഞാ ഇവിടെ ബില്ലടിക്കാം. ചേച്ചി ഇവിടെ അങ്ങോട്ട് നീ കടിച്ചത് ഇവിടെ. ഇവനെ അങ്ങോട്ട് എല്ലാവർക്കും ഇവനെ മതി. എല്ലാവരും ഇവരെ അടുത്ത്. താങ്ക് യു. ഇനി
നമുക്ക് ഇനി കട വലുതാക്കണം. കട വലുതാക്കണക്കാട്ടി മുമ്പ് നമുക്കൊരു പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കണം. പ്രൊഡക്റ്റ് ലൈസൻസ് ആണ് ഇപ്പോൾ വേണ്ടത്. കാരണം നമ്മൾ കുറേ ഷെൽഫ് കാലിയാണ്. 1 2 3 1 2 3 എടുത്ത് വന്നു. പിന്നെ 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 കള്ളി കാലിയുണ്ട്. 21 കള്ളീസ് കാലി. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ലൈസൻസ് ഒരു 3 പ്രൊഡക്റ്റ് ലൈസൻസ് ഒരുമിച്ച് അങ്ങോട്ട് വാങ്ങിക്കാം. ഇല്ലല്ല, അടുത്ത വീഡിയോയിൽ നമുക്ക് വാങ്ങിക്കാം 3 പ്രൊഡക്റ്റ് ലൈസൻസ്. അപ്പോൾ നമുക്കൊരു 6 12 18 സാധനം കിട്ടും. പക്ഷെ ഒരു കുറച്ച് ഇതിലോട്ടുള്ളതാവും, ഫ്രിഡ്ജിലോട്ടുള്ളതായിരിക്കും. കുഴപ്പമില്ല, നമുക്ക് 3 പ്രൊഡക്റ്റ് ലൈസൻസ് എന്തായാലും വാങ്ങിക്കാം. ഇന്നത്തെ കട അടച്ചിട്ട് സാധനങ്ങളും മൊത്തം എത്രയായി? ഇവിടെ ഇന്ന് 5 ചിലവാ. 4300 നമ്മ 5000 ചിലവാക്കിയില്ലേ? ഓ, അപ്ഗ്രേഡ് കോസ്റ്റ് 4800, സപ്ലൈ കോസ്റ്റ് ഓക്കെ. അങ്ങനെ ബസ്മതിക്ക് വില കൂടി. അരിക്ക് എടാ മോനെ നല്ല കൂടുതൽ കൂടിയല്ലേ. ഇന്നലെ കുറച്ച് വാങ്ങി സ്റ്റോക്ക് വെച്ചാതിരുന്നു. ഇപ്പം എന്തൊക്കെ കുറവുള്ളത്? എല്ലാം കുറവാണല്ലോ. അല്ല വേണ്ട, നമുക്ക് നോക്കി ഓർഡർ ചെയ്യാം. ഉപ്പ് 1 മതി. 1 മതിയാവുമായിരിക്കും. 1 മതി. നോട്ടല്ല 2. ഇത് 1 2 3 വേണം. ഇതൊന്നും മതി, അധികം പോവാത്ത സാധനം. ഒന്ന് സൂസു ഷുഗർ 1, നീല മൈദമാവ് 2, അത് വന്നോട്ടെ. അല്ലെങ്കിൽ ഞാൻ മാക്സിമം 9 വന്നിട്ട് പിന്നെ കളിയൊക്കെ വരും. ചോപ്പ് 3 ഇരിക്കട്ടെ. 1 2 3. ബസ്മതി അരി 3. 4 ഇരിക്കട്ടെ. പച്ചെണ്ണ 2, മഞ്ഞെണ്ണ പച്ചെണ്ണ 3, എണ്ണ 2. ഓക്കെ, സാധനം വരട്ടെ. ഇനി എന്താ? ഫ്രിഡ്ജത്തെ ലാസ്റ്റ് നോക്കാം. ചിലപ്പോൾ കാലിയാ. ബ്രെഡ് 2, വാട്ടർ ബോട്ടിൽ 3, വെള്ളക്കുപ്പി 3, സിറിയൽ 1, കാപ്പിപ്പൊടി 2. സിറിയൽ 1 മതിയില്ലേ? 1 മതി. കാപ്പിപ്പൊടി 2. കാശിപ്പോൾ തീരും. മറ്റേ പാസ്ത 1. വില കുറവാ, ഇരിക്കട്ടെ. പർച്ചേസ് $131 ഉണ്ട്. ഇനി ഫ്രിഡ്ജിലേക്ക് ഉള്ളും കൂടി വാങ്ങിയ ചീസ് 2, കോഴിമുട്ട 2, വെള്ളത്തിൻ്റെ കുപ്പി 2, മുട്ട 2. പാല് വേണ്ട. ഓറഞ്ച് ജ്യൂസ് 1, ആപ്പിൾ ജ്യൂസ് 1, സോഡ 1. ഇനെന്താ? ഇത് 2 ടർക്കും കോളയും 1 വെച്ചിട്ട്. ടർക്കും കോളയും 1. ആഹാ, വേണ്ട. ഇനി എന്താ കുറച്ച് കൂടുതലുള്ളത്? അല്ലെങ്കിൽ ഈ സാധനമൊക്കെ എന്തിനാ കൂടുതൽ? എപ്പിസോഡ വേണ്ട. ഇപ്പൊ കറക്റ്റായ? ഇപ്പോഴും കറക്റ്റായില്ലേ? ആപ്പിൾ ജ്യൂസൊക്കെ ഉണ്ട്. എന്തിനാ വെറുതെ കൂടുതൽ സ്റ്റോക്കൊക്കെ വാങ്ങിയിട്ട് വെറുതെ കളയാന്? ആപ്പിൾ ജ്യൂസ് വേണ്ട. കോഴിമുട്ട 2 വേണ്ട, 1 മതി. എന്തിനാ?
$22 ബാക്കി കേട്ടോ എൻ്റെ കയ്യില്. അവനില്ലേ ബില്ലടിച്ചു കൊടുക്കാൻ. ഞാൻ ഇപ്പം എന്തിനാ കട ഉറക്കാണ്ടിരിക്കണ്? ഞാനും മണ്ടൻ തന്നെ. അപ്പം വന്ന കാര്യം എനിക്ക് ഓർമ്മയില്ല. അവനാണെങ്കിൽ പറയുന്നില്ല. റീസ്റ്റോക്കറിനെ ഇപ്പം എടുത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ കുറച്ച് കാശൊക്കെ കിട്ടി, സാധനങ്ങളൊക്കെ സ്റ്റോക്ക് വെച്ചിട്ട് എടുത്തിട്ടേ കാര്യമുള്ളൂ. എടേ അവൻ ബില്ലടിച്ചോളും. സൗണ്ട് ഇട്ട് തീർന്നാ? ടാർഗറ്റ് കൊടുക്കണം. അവൻ ടാർഗറ്റ് കൊടുക്കാണ്ട് പണിയെടുക്കുന്നില്ല. ഒരു ദിവസം ഒരു $500 അടിച്ചോണം കേട്ടാ. അതായത് നിനക്ക് ശമ്പളമുള്ളൂ. മതി. എടാ 3 പ്രൊഡക്റ്റ് ലൈസൻസ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരു ദിവസം എന്തോരം സാധനം വാങ്ങിക്കേണ്ടിരുന്ന. ഒരു ദിവസം കച്ചവടം നടത്തുന്നു, അടുത്ത ദിവസം സാധനം വാങ്ങി കാശ് തരുന്നു. ഇതൊരു നിലക്ക് പോവില്ല. എന്നെ കൊണ്ടേ പോവൂ. അവനെ പരത്തി വെക്കണം. ഇന്നലെ കടയിലറിച്ച സാധനങ്ങളെ പോലെ തോന്നുള്ളൂ. മോനെ തിരക്കൂടുമ്പോ പറയണം കേട്ടാ. ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പറയണം. അതിനെ പിരിച്ചിടാം. വാട്ടർ ബോട്ടിൽ ശരിക്കും കടറ ഓണറല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്? കാശടിക്കണ്ടേ ഓണർ? ഈ സാധനമൊക്കെ നിരത്തി വെക്കണേ പണിക്കാരൻ. ഇതിപ്പോ ആളവിടെ നിന്ന് ജോലി എടുക്കുന്നു, ഞാൻ അവിടെ നിന്നിട്ട് പണിയെടുക്കുന്നു. രണ്ടൊന്നല്ലേ? ആളവിടെ നിന്നിട്ട് എളുപ്പത്തിൽ പണിയെടുക്കുന്നു, ഞാൻ അവിടെ നിന്ന് കഷ്ടപ്പെടുന്നു. ഇനി ബാക്കിയുണ്ടാ? 2 ഉണ്ട്. പുറത്ത് ഒത്തിരി സ്ഥലം ഉണ്ടായിട്ടാണ് ഞാൻ അകത്ത് കൊണ്ടുപോയിട്ട് സാധനം വെച്ചിരുന്നത്. ചെക്സ് ആർ ഫുള്ള്. അടാ അയ്യോ പറയണ്ടേ. അച്ഛനെ ഇങ്ങ് വാ, ഇവിടെ ഉണ്ട്. അച്ഛനെ സാധനം ഇങ്ങോട്ട് വെച്ച്. ഈ 2 സാധനത്തിനോണ്ടോ നിനക്കൊത്തിരി ഡിമാൻഡ്? നിനക്ക് ചെക്സ് അടച്ചിടണ്ട, അത് ഓപ്പൺ ആയി കിടന്നോട്ടെ. തീർന്നോ? അവിടെ ഇല്ല, ഡെലിവറി തരുന്നവൻ ഇത് തിന്നുന്നുണ്ട് എടുത്തിട്ട്. ആളൊന്നോടെ. എടാ ഈ എന്നെ കളിയാക്കുവാണോ നീ? ഒരു കുപ്പി പാലിലൊക്കെ എന്നെ വിളിച്ചു വരുത്താൻ നിനക്ക് ഉളുപ്പുണ്ടാ? എന്നാലും കുഴപ്പമില്ല. ഫയർ ഇത് ഒരു പെട്ടിയായി ഇഷ്ടം പോലെ സാധനം ഉണ്ടാവും അതിൻ്റെ അകത്ത്. ഇപ്പം അടുത്തൊന്നും സ്റ്റോക്ക് വരുന്നു എനിക്ക് തോന്നുന്നില്ല. $461. എൻ്റെ കൗണ്ടറിലായാലും ഉണ്ടാ ഇല്ലല്ലോ? വന്നു.
ലൈറ്റ് ഒന്നും ഇടുക കേട്ടോ നീ. സാർ ഇവിടെ വന്ന ശരി നന്നായി. അവന് ബില്ലടിക്കാനൊന്നും അറിയില്ല. അത് വന്ന് നന്നായി. എടാ ഓണി കുറണ്ടല്ലേ മാഡം. എടാ $95 റെക്കോർഡ്. നല്ല ഈറ്റിടാൻ പറഞ്ഞിട്ട് നിന്നോട് ഇട്ടൂടല്ല അവൻ. എന്തോ പറഞ്ഞു? എന്താ പറഞ്ഞേ? $68 $50 മുകളിലേക്ക് സാധനം വാങ്ങിയിട്ട് $100 കൊടുക്കാൻ പാടുള്ളൂ. കുറണ്ടല്ലോ. ഓക്കെ, അപ്പോൾ $1218 ഉണ്ടാക്കി. ഓക്കെ ഓക്കെ ഓക്കെ, കൊള്ളാം കൊള്ളാം കൊള്ളാം. നല്ല കാര്യം നല്ല കാര്യം. ഇനി നമുക്ക് കേഷ്യറിലുള്ളത് നമുക്ക് കുറച്ച് സ്റ്റോക്ക് സാധനം വെക്കണം. ഇനി ഇവിടെ തന്നെ വെക്കാൻ തികയുന്നില്ല. പിന്നീട് എൻ്റെ സ്റ്റോക്ക് കച്ചവടമൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രീസറൊക്കെ അവിടെ ഇരിക്കട്ടെ, നാളേക്കുള്ളതാ. എന്നാലും എന്താടാ ആരും ഈ മെഷീനിലോട്ട് വരത്ത്? ഇവിടെ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ മെഷീൻ മാറ്റേണ്ടി വരും. നമുക്ക് സ്റ്റോറേജ് റൂം വലുതാവുകയാണെങ്കിൽ 52 പോരാ പോരാ, 95 റെക്കോർഡ്. 95 എന്താ കുറവുള്ളത്? വിളിച്ചോണ്ട് ഇങ്ങനെ ഇപ്പുറത്ത് വരുന്നറാ. ഹൗ ഞാൻ അപ്പുറത്തൊന്നും വെച്ചില്ലല്ലേ. അവനെ മതി, നമ്മളെ വേണ്ട. ഇങ്ങനെ ഇരിക്കണ്. എല്ലാം ഏറെക്കുറെ സ്റ്റോക്ക് ഉണ്ട് കേട്ടാ. ഇവിടെ ഒരു ഷെൽഫും കൂടി വാങ്ങിയിട്ടണല്ലോ, എന്നാൽ കുറച്ചും കൂടി ഒരു ഇത് വരില്ലേ. കഴിഞ്ഞ്. പ്രൊഡക്ട്സ് ഫൗണ്ട് എക്സ്പെൻസീവ് ഉള്ള എന്തൊക്കെ ഉണ്ടൊക്കെ കുറക്കണം കേട്ടോ. എക്സ്പെൻസീവ് എന്ന് പറയുന്നതൊക്കെ ഇനി കുറക്കാൻ പോവുക, റേറ്റ് കുറക്കാൻ പോവുക. ടീ പ്ലേസ്, ചീസ്, സോഡ 7.2. ചീസ് കറക്റ്റാണല്ലോ. സോഡ ഏത് സോഡ ആയിരുന്നു? 2.6. ഓവറൊന്നുമില്ല, ഒരു ഓവറും ഇല്ല. നമുക്ക് നീ എന്തൊക്കെ വാങ്ങിക്കട്ടെ? അയ്യോ, ഉപ്പുണ്ട്, നൊട്ടല്ലുണ്ട്, സ്പെഗറ്റി ഉണ്ട്, നീല ഫ്ലോർ വേണം, ചോപ്പ് ഫ്ലോർ വേണം, പച്ച എണ്ണ വേണം, ഇരിക്കട്ടെ, ഇത് വേണം. അതെന്തൊക്കെ 2 അയ്യോ, ചോപ്പ് ഫ്ലോർ വേണം. ഈ നമ്പറൊന്നും പോവില്ല കേട്ടാ. ഓ പണിയായിപ്പോ.
ഇനി എന്താ വേണ്ടേ? ആ മഞ്ഞെണ്ണ. ചീസ് വേണം. ഷുഗർ വേണം. ചീസ് വേണം. ഷുഗർ വേണോ? വെള്ളം വേണം. കോഴിമുട്ട വേണം. പാല് വേണം. വെള്ളം വേണം. മുട്ട വേണം. ഓറഞ്ച് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, 2 സോഡ. ഓക്കെ വരട്ടെ. ഇനി എന്തൊരു പാസ്ത, കാപ്പിപ്പൊടി, വെള്ളക്കുപ്പി 2. ഓക്കെ വെള്ളക്കുപ്പി 2ആയി. പിന്നെന്താ? ബ്രെഡ് ഒന്ന്. ഓക്കെ മതി. ഈ സാധനം ഒന്ന് കട തുറക്കാം അല്ലേ? മറന്നു. കട തുറന്നിട്ട് ചെയ്താൽ മതി. അതാകുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ആ ചെക്കൗട്ട് ഫുള്ളാകുമ്പോൾ മാത്രം ഒന്ന് തുറന്നാൽ മതി. ടർക്കോ സോഡ. ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ. സെറ്റാണ് നമ്മളെ ഇന്നത്തത്. നമുക്ക് സ്റ്റാഫിനും കൂടി എടുത്തേക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മറ്റേ പണിക്കാരനെ എടുത്തേക്കാം. മറ്റേ സ്റ്റോറേജിലത്തെ ആളെടുത്തേക്കാം. എന്നിട്ട് അടുത്ത വീഡിയോയിൽ സ്റ്റോറേജ് റൂം നമുക്ക് നിറക്കണം. മീൻസ് നമ്മൾ ആദ്യം ഇവിടെ ഫുള്ളാക്കും. ഞാൻ കാശ് റെന്റ് ചെയ്യണം. കാശ് റെന്റ് ചെയ്തിട്ട് സ്റ്റോറേജ് റൂം ഫുള്ളാക്കാം. സെറ്റാക്കാം. ഇന്നത്തെ നമുക്ക് പണിക്ക് ആളെടുക്കുന്ന നമ്മളെ സംഭവം. പണിക്ക് ആളെടുത്തു. പക്ഷെ ഒരാളും കൂടെ എടുക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് സ്റ്റോറേജ് റൂം ഫുള്ളാക്കാണ്ട് പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കാനുണ്ട്. പണി തന്നെയാണ്. പണി തന്നെ അങ്ങോട്ട്. ഇനി അങ്ങോട്ട് കുറച്ച് കൂടുതൽ പണിയാണ്. കാരണം സാധനങ്ങളുടെ എണ്ണം കൂടി, ഐറ്റംസ് ലൈക്ക് സ്റ്റോർ ചെയ്യണം. നമുക്ക് അത്രയും കുറേ പണിയുണ്ട്. പ്രശ്നമാണ്. ടെൻഷനാണല്ലോ. അവിടെ ഇരി. തൽക്കാലം അവിടെ ഇരി. നമുക്ക് ഫില്ല് ചെയ്തിട്ട് സ്റ്റോറേജ് റൂമിൽ കൊണ്ടുവച്ചിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ വെറുതെ സാധനങ്ങൾ ആദ്യം ഇവിടെ ഒന്ന് ഫില്ല് ചെയ്യണ്ടേ. ഇവിടെ എന്തേലും തീർന്നിട്ടുണ്ടാ? അവനിനി എങ്ങനെയാണാവും? അവൻ മറ്റേ മൂൺവാക്കൊക്കെ ചെയ്തിട്ടാണ് അവനി മറ്റേ സാധനം വെക്കാൻ വരിക. ഇവൻ സ്റ്റോവാ. ഇവൻ കാശ് വെച്ചു കൊടുക്കണമെന്നില്ല. എടാ ഒരെണ്ണം എടുക്കുക. ഇന്ന് ഒരെണ്ണം എടുക്കണമെങ്കിൽ ആ സാധനം അങ്ങോട്ട് വെക്കാൻ എനിക്ക്. അതെന്താ അവിടെ ഇരിക്കണ? ആപ്പിൾ ജ്യൂസാ? ആപ്പിൾ ജ്യൂസ് എന്താ കള്ളിയില്? ആപ്പിൾ ജ്യൂസിന്റെ പെട്ടിയോടാ? അവിടെ അടിയിലൊരു അവിടെ ചെക്കൗട്ട് സാർ ഫുള്ളെന്ന് പറഞ്ഞു. ആള് കറയും കളിക്കുന്നു. ചെക്കൗട്ട് സാർ ഫുള്ളെന്ന് പറഞ്ഞിട്ട് അവിടെ ഇത്തിരി സാധനം വെച്ചിട്ടാണാ.
70. ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നൊക്കെ കൈ വന്നിട്ട് കാശിരുന്നു. ഓർഡർ ചെയ്തില്ലായിരുന്ന ആപ്പിൾ ജ്യൂസ് ഒന്നും? ഇതായിരുന്നല്ല. could not find ഓയിൽ കണ്ടില്ല ഒന്ന്. വൈ? $67.50. അവനെന്നെ വേണ്ട. പച്ച ഓയിലാണ് തോന്നുന്നത് കാണാത്ത കേട്ടാ. ആ അതെ. ഓക്കെ, അതും സെറ്റ്. ആപ്പിൾ ജ്യൂസ് നീയാണ് വില്ലൻ. നീ അടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ, അവിടെ കയറി ഇരുന്നിട്ട്. എൻ്റെ കൗണ്ടറിൽ ആരോ വന്ന്. സാർ ഒരു മിനിറ്റ് ഇതായിരുന്നു. ആ കുറണ്ടല്ലേ. സാർ ഇങ്ങനെ ആവണം കസ്റ്റമേഴ്സ്. 100 ഫോട്ടോ എടുത്തേക്കട്ടെ, ചെമ്പരുമ്പ് വെക്കാനാ. $100 ഏതാ കണ്ട? അത്രേ ഉള്ളൂ. $100 തന്നു, $5 തിരിച്ചു കൊടുത്താൽ മതി. $95 ആള് കാശ് വാങ്ങി. ഇത് കണ്ട കറക്റ്റ് ചില്ലറയും കൊണ്ടുവന്നു. കണ്ട് പഠിക്കണം. ഏത് ആ ഒരു ഇത് കണ്ട. $76.10. കുഴപ്പമില്ല. പക്ഷെ അമ്മ നിനക്കല്ല ഈറ്റുന്നിട്ടൂടെ. ഞാൻ തന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് നോക്കിയേ. ഫുള്ളായി. ഒരു പെട്ടിയൊക്കെ തീരുന്ന അറിയുന്നില്ല കേട്ടാ. അയ്യോ ഈ ഒരു ചീസിന് വില കൂട്ടണം. ചീസിന് $50 ആക്കണം, എന്നാലും എനിക്കൊരു സമാധാനം. അവിടെ പണിയെടുത്തോണ്ടിരുന്ന് എന്നെ വിളിച്ചെടുത്തിട്ട് ഒരു പാക്കറ്റ് ചീസിനും ബില്ലടിച്ചു കൊടുക്കാൻ പറയുന്നു. അവനൊക്കെ എന്തിന്റെ കേടാണ് അവന്. തീർന്നാ? നമുക്ക് മറ്റേ സ്റ്റാഫിനെ ഹയർ ചെയ്യണമെങ്കിൽ എത്ര വേണോ? ഹയർ ചെയ്യാൻ പറ്റും കേട്ടാ, ഇരിക്കട്ടെ അവൻ. പക്ഷെ അവൻ എന്താ പണിയെടുക്കാന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിന്റെ പേര് കുട്ടപ്പൻ. ആ അവന് പേരിട്ടില്ലല്ലേ. ഇവൻ സ്റ്റോക്കർ കുട്ടപ്പൻ, ഇവൻ കേഷ്യർ സാബു. ഓക്കെ, കേഷ്യർ സാബു എൻ്റെ സ്റ്റോറേജ് കുട്ടപ്പൻ. 2 ആൾക്കാരുടെ പേര്. അപ്പം അത് സെറ്റ്. 2 ആൾക്കാരെ പണിക്കെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷെ അവന് പണിയൊന്നുമില്ല. മറ്റൊരു വെറുതെ ഇരുന്നാൽ മതി. അവന് കേഷ്യർ വെക്കാൻ പറ്റണോ? $20 ഇല്ലേ? ഇതാണ് എനിക്കിഷ്ടമുള്ളത്. എന്തിനു തീർന്നു അവിടെ? എല്ലാം ഉണ്ടല്ലോ അല്ലേ? സോഡ കുറവാണ്, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ അതൊക്കെ ഫുള്ളാക്കിയിട്ട് വരാം കേട്ടോ. ഇതൊക്കെ ഫുള്ളാക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോ വരാം. ഇത് അല്ലെങ്കിൽ ലെങ്ത് ആയി പോകും, നല്ല ലെങ്ത് ആയി. ഇപ്പം തന്നെ 35 മിനിറ്റ് കണ്ടായി. അപ്പോൾ അടുത്ത വീഡിയോ ആകുമ്പോഴത്തേക്കും ഈ സാധനം ഫുള്ളാക്കിയിട്ട് വരാം. എന്നിട്ട് ഞാൻ സ്റ്റോറേജ് റൂം ഫുള്ളാക്കുന്ന വീഡിയോ ചെയ്യാം. സ്റ്റോറേജ് റൂം ഫുള്ളാക്കിയിട്ട് കട തുറക്കാം. ഞാൻ അപ്പത്തിനും കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് സെറ്റാക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക. എന്നാലും അടുത്ത വീഡിയോ ഇടാൻ നമുക്കൊരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.